Okay, good evening all. നമ്മുടെ എജുവൈസിന്റെ UGC നെറ്റ് JRF കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള PYQ സെഷൻ PYQ സെഷൻസിലാണുള്ളത്. സോ നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്കൻഡ് PYQ സെഷനാണ് നമ്മൾ ഇന്നിവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ നമ്മൾ പുതിയ സെഷനിൽ നമ്മൾ ഫർദർ ആയിട്ട് ഇനി കഴിഞ്ഞ 2023 ജൂൺ സൈക്കിൾ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ ടു അവർ സെഷൻ. സോ 2023 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻസ് ഓഫ് വെദർ എ മെഷർ ദാറ്റ് ഈസ് ഡിവൈസ്ഡ് ഫോർ എ കോൺസെപ്റ്റ് റിയലി ഡസ് റിഫ്ലക്ട് ദ കോൺസെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഡിനോട്ടിംഗ് റിലേറ്റ്സ് ടു. നമുക്ക് ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് മെഷർമെന്റ് വാലിഡിറ്റി, എക്കോളജിക്കൽ വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ എ മെഷർ ദാറ്റ് ഈസ് ഡിവൈസ്ഡ് ഫോർ എ കോൺസെപ്റ്റ്, ഒരു കോൺസെപ്റ്റിന് വേണ്ടി നമ്മൾ ഡിവൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഷർമെന്റ് അത് ആ കോൺസെപ്റ്റിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്നതിനെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണത്തെ നമ്മൾ ഏത് തരത്തിലുള്ള വാലിഡിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്, മെഷർമെന്റ് വാലിഡിറ്റി ആണോ, എക്കോളജിക്കൽ വാലിഡിറ്റി ആണോ, ഇന്റേണൽ വാലിഡിറ്റി ആണോ, എക്സ്റ്റേണൽ വാലിഡിറ്റി ആണോ? സോ ആൻസർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എനിവൺ? ആർക്കെങ്കിലും ഗസ് അടിക്കാൻ കഴിയോ ആൻസർ? Okay, Shahlas Faris says that option A. So, as Shahla Faris said, the answer is measurement validity. So, നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇറ്റ് ഇസ് എ മെഷർ, അവിടെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ, ഇതിന്റെ ഒരു പകുതി ഭാഗം നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ NDA എക്സാം പോലെയുള്ള കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൻസറിങ് കപ്പാസിറ്റിയേക്കാൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന എലിമിനേറ്റിംഗ് കപ്പാസിറ്റി ആണ് അല്ലെ. സോ നമുക്ക് മെഷർമെന്റ് റിലേറ്റഡ് ആയ ടേം ആണ് ഈ വാലിഡിറ്റിയുമായി റിലേറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്നത് കൊണ്ട് തന്നെ സോ നമുക്ക് മെഷർമെന്റ് വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് വളരെ കൂടുതലായിട്ട് നമുക്ക് അതിനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി പലപ്പോഴും നമ്മുടെ പല സെഷൻസിലും നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ സെഷനിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത് മെഷർമെന്റ് വാലിഡിറ്റി ആൻഡ് എക്കോളജിക്കൽ വാലിഡിറ്റി ആണ്. സോ നമുക്ക് ഇനി ഈ രണ്ട് വാലിഡിറ്റി ഏതൊക്കെയാണ് എന്നുകൂടി പരിചയപ്പെടാം. സോ എന്താണ് മെഷർമെന്റ് വാലിഡിറ്റി, എന്താണ് എക്കോളജിക്കൽ വാലിഡിറ്റി? മെഷർമെന്റ് വാലിഡിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിന് വേണ്ടി ഡിവൈസ് ചെയ്യപ്പെട്ട ഒരു മെഷർമെന്റ് അത് അതേ കോൺസെപ്റ്റിനെ തന്നെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാനാണ് നമ്മൾ മെഷർമെന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല് it refers to the extent to which a scale measures a specific idea or concept. നമ്മളൊരു സ്പെഷ്യൽ കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഐഡിയയെ ഒരു മെഷർ ചെയ്യുന്ന, ഒരു സ്കെയിൽ മെഷർ ചെയ്യുന്ന ഒരു എക്സ്റ്റെന്റിനെയാണ് നമ്മൾ മെഷർമെന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള മറ്റൊരു വാലിഡിറ്റിയാണ് എക്കോളജിക്കൽ വാലിഡിറ്റി. എക്കോളജിക്കൽ വാലിഡിറ്റി നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ തന്നെ സൈക്കോളജിക്കൽ റിസർച്ചിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറയുന്ന മെഷർ ഓഫ് ഹൗ ടെസ്റ്റ് പെർഫോമൻസ് predicts behaviors in real world settings എന്നതാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഇത് എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറയുന്നത്, നമ്മളൊരു എങ്ങനെയാണ് രണ്ട് ടെസ്റ്റുകൾ, അതായത് അല്ലെങ്കിൽ ഒന്നിലധികം വരുന്ന ടെസ്റ്റുകൾ എങ്ങനെയാണ് റിയൽ വേൾഡ് സെറ്റിംഗ്സിൽ ബിഹേവിയേഴ്സിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്നതിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ജസ്റ്റ് നമ്മുടെ ഓപ്ഷൻസ് ആയി വന്നതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ അതേ പാറ്റേൺ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു ദി UGC regulations 2080 on plagiarism, similarity of 42% refers to which of the following levels of plagiarism? നമ്മൾ കഴിഞ്ഞ സെഷനിൽ ലെവൽസ് ഓഫ് പ്ലേജറിസം 2018 UGC റെഗുലേഷൻ അനുസരിച്ചുള്ള നമ്മൾ പറഞ്ഞിരുന്നു. സോ ആരെങ്കിലും ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ. എനിവൺ പ്ലീസ്?
Can anyone answer? നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ്. അതിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 57% ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ ജൂൺ സൈക്കിൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. 42% ഏതിന് കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ്. എനി ആൻസേഴ്സ്? ഓക്കെ, ആരും ആൻസർ ചെയ്തതായിട്ട് കാണുന്നില്ല. സോ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ UGC 2018 റെഗുലേഷൻ അനുസരിച്ചുള്ള സ്കെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതിൽ ആൻസർ വരുന്നത് ആൻസർ സി ആണ്, അഥവാ ലെവൽ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ആ ലെവൽസ് ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ലെവൽ 0 സിമിലാരിറ്റീസ് അപ് ടു 10% ആണ്. ലെവൽ 1 സിമിലാരിറ്റീസ് അബവ് 10 to 40% ആണ്. ലെവൽ 2 സിമിലാരിറ്റീസ് അബവ് 14 to 60% ആണ്. 60% ആണ്. ദെൻ ലെവൽ 3 സിമിലാരിറ്റീസ് അബവ് 60% ആണ്. ഈ ഒരു പെർസെന്റേജ് സിസ്റ്റം അതുപോലെ തന്നെ ഇതിന്റെ പണിഷ്മെന്റ് ലെവലൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. എക്സാമിൽ കഴിഞ്ഞ ഡിസംബർ സൈക്കിളും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചില ഷിഫ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എനിവേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് സയന്റിഫിക് റിസർച്ച് ഈസ്. എന്താണ് സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്? സയന്റിഫിക് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത് ഡാറ്റ ഡ്രിവൻ, റെപ്ലിക്കബിൾ, വെരിഫയബിൾ ആൻഡ് സബ്ജക്റ്റീവ്. നമുക്ക് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ABC ഓൺലി, BCD ഓൺലി, B and D ഓൺലി, ABC and D ഓൺലി. Can anyone guess the answer? ആർക്കെങ്കിലും ആൻസർ അറിയോ? ഹലോ, സൗണ്ട് ഓഡിബിൾ അല്ല? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? പലരും റിപ്ലൈ തരാത്തതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. സൗണ്ട് ഓഡിബിൾ അല്ലേ? ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് അറിയിച്ചാല്. ഓക്കെ, സയന്റിഫിക് റിസർച്ച് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം. ഡാറ്റ ഡ്രിവൺ, റെപ്ലിക്കബിൾ, വെരിഫയബിൾ ആൻഡ് സബ്ജക്റ്റീവ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. സോ നമുക്കറിയാം സയന്റിഫിക് റിസർച്ച് ഒരിക്കലും സബ്ജക്റ്റീവ് ആവില്ല എന്നുള്ളത് നമുക്ക് വളരെ ബേസിക്കലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം സയന്റിഫിക് റിസർച്ച് ഓൾവേസ് ബി ഒബ്ജക്റ്റീവ്. എപ്പോഴും നമുക്ക് എന്തായിരിക്കും? അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻസിന് നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. ഡി ഇല്ലാത്ത ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെ വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ABCD 4 ഓപ്ഷനിലും ഡി ഇല്ലാത്ത ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ABC ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ബാക്കി 3 ഓപ്ഷനിലും ഡി വരുന്നുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അഥവാ ഡാറ്റ ഡ്രിവൺ, റെപ്ലിക്കബിൾ അല്ലെങ്കിൽ വെരിഫയബിൾ എന്നുള്ളത് സയന്റിഫിക് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ എന്ന് നമുക്ക് അറിയാതെ തന്നെ നമുക്ക് സബ്ജക്റ്റീവ് അല്ല എന്നുള്ള എലിമിനേഷൻ കപ്പാസിറ്റിയിലൂടെ നമ്മൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ എന്നുള്ളത് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. സോ സയന്റിഫിക് റിസർച്ച് ഇസ് ഡാറ്റ ഡ്രിവൺ, റെപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ വെരിഫയബിൾ ആണ്. അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ചിന് ഇതല്ലാത്ത വേറെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ജസ്റ്റ് സയന്റിഫിക് റിസർച്ച് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ആൻസർ ഇസ് എ ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ സർവേ റിസർച്ച്. സർവേ റിസർച്ചിലെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആരെങ്കിലും ആൻസർ ചെയ്താലും Can anyone answer? Okay, ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നമുക്കറിയാം. റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. Respondents can answer in their own terms. They can be quickly administered by the interviewers. They allow unusual responses to be derived. നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള AB ഓൺലി, B and C ഓൺലി, and C ഓൺലി, ABC ഓൺലി. സോ ആരെങ്കിലും ആൻസർ ചെയ്താൽ So Suhana says option C, and Jasmine says option C. So Aditya Damodaran says A, B, C മൂന്നും included ആണ് എന്ന് പറയുന്നുണ്ട്. Bishar also says Bishar says option A. നമുക്ക് ഇതിലും നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു എലിമിനേറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് നമ്മുടെ എലിമിനേഷൻ പവർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്?
ക്വസ്റ്റ്യൻസ് പറയുന്നത് നമ്മുടെ സർവേ റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ നമുക്ക് കുറച്ചുകൂടി എലോബറേറ്റ് ചെയ്ത രീതിയിലുള്ള ആൻസേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മെയിൻലി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അവിടെ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബട്ട് നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി എലോബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആൻസേഴ്സ് ലഭിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഈ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ അഥവാ ഒരു എലോബറേറ്റ് ചെയ്ത് ആൻസർ പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ അത് നമുക്ക് ഒരു റെസ്പോണ്ടറിനെ സംബന്ധിച്ച് അത് എത്ര റിസ്ക് ഉള്ള ഒരു കാര്യമല്ല. അവരുടെ ടേംസ് അനുസരിച്ച് അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റും. സോ അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ ബി നമുക്ക് നോക്കാം. ദേ ക്യാൻ ബി ക്വിക്ലി അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഇന്റർവ്യൂവേഴ്സ്. നമുക്ക് ഈ ഇന്റർവ്യൂവേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ടല്ലേ. കാരണം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഒരു പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്ലൈസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് മേ ബി ഒരു വലിയ റെസ്പോണ്ട് ആയിരിക്കാം. ഒരു പക്ഷെ മേ ബി ഒരു വലിയ കഥയോ അല്ലെങ്കിൽ മേ ബി അങ്ങനത്തെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്ലി ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ക്വിക്ലി ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ദെൻ ദേ അലോ അൺയൂഷ്വൽ റെസ്പോൺസസ് ടു ബി ഡിറൈവ്ഡ് സാധ്യതയുള്ളതാണ്. സോ നമുക്ക് എയും സിയും മാത്രമാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ സംബഡി ആൻസർഡ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ സർവേ റിസർച്ചുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. Then online surveys are very useful because internet users always constitute an unbiased sample of the population. ഓൺലൈൻ സർവേകൾ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇന്റർനെറ്റ് യൂസേഴ്സ് ഓൾവേസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ അൺബയാസ്ഡ് സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ. ആ പോയിന്റ് ശ്രദ്ധിക്കണം. അൺബയാസ്ഡ് ഇന്റർനെറ്റ് യൂസേഴ്സ് എപ്പോഴും അൺബയാസ്ഡ് സാമ്പിൾ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. Then statement 2, the convenience sample is one that is simply available to the researcher by the virtue of its accessibility. So ഇതിന് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് റൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ എനിവൺ ക്യാൻ ആൻസർ? Suhana says option D. Aditya also says option D. Sahela Faris also says option D. So all of you are correct. നിങ്ങൾ എല്ലാവരുടെയും ആൻസേഴ്സ് റൈറ്റ് തന്നെയാണ്. ബിക്കോസ് ഇവിടെ നമുക്കറിയാം ഓൺലൈൻ സർവേകൾ നമുക്ക് അൺബയാസ്ഡ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി ഓൺലൈൻ സർവേഴ്സ് ബയാസ്ഡ് ആയിട്ട് നമുക്ക് പറ്റുന്നതാണ്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും സർവേ റിസർച്ചിൽ ബയാസിങ് ആൻഡ് അൺബയാസിങ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ അത് ഓൺലൈൻ ആയതുകൊണ്ട് അൺബയാസ്ഡ് ആണ് എന്ന ആർഗ്യുമെന്റ് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. എന്നിട്ട് കൺവീനിയൻസ് സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സാമ്പിളാണ്, ഒരു സാമ്പിളിംഗ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ കൺവീനിയൻസ് സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സാമ്പിൾ എടുക്കുന്നതിനാണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിൾ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 is incorrect, but the statement 2 is the correct answer. So the option D is the right answer. So next question is, which of the following type of variables would have a true zero point? നമുക്കറിയാം വേരിയബിൾസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മെഷർമെന്റിന്റെ സ്കെയിലുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഇവിടെ ഏത് സ്കെയിലാണ് നമ്മൾ വേരിയബിൾസുമായി ബന്ധപ്പെട്ട സ്കെയിൽസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇവിടെ ട്രൂ സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ പറയുന്നത് നമുക്ക് സിനോണിം ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇവിടെ അബ്സല്യൂട്ട് സീറോ പോയിന്റ് അല്ലെങ്കിൽ ട്രൂ സീറോ പോയിന്റ് എന്ന് പറയുന്നത് ഏത് സ്കെയിലാണുള്ളത്? നോമിനൽ സ്കെയിലാണോ, ഓർഡിനൽ ആണോ, ഇന്റർവെൽ ആണോ, റേഷ്യോ ആണോ എന്നുള്ളതാണ്. സോ എനിവൺ ക്യാൻ ആൻസർ? ആരെങ്കിലും ആൻസർ ചെയ്യാവോ? Okay, Swana says that option C. Aditya Damodaran also says option C. Okay, somebody said that option C is the answer, their answers. So നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അബ്സല്യൂട്ട് സീറോ ആണ്. നമുക്ക് നോട്ട് ആർബിറ്ററി സീറോ. നമുക്കറിയാം നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും 4 സ്കെയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇന്റർവെൽ സ്കെയിലിൽ നമുക്കുള്ളത് ആർബിറ്ററി സീറോ ആണ്, നോട്ട് അബ്സല്യൂട്ട് സീറോ, ട്രൂ സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ നമുക്കുള്ളത് റേഷ്യോ സ്കെയിലാണുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് എന്താണ്
നോമിനൽ സ്കെയിലും എന്താണ് ഇന്റർവൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ന്യൂമറിക്കൽ വാല്യൂസിന് നമുക്ക് അല്ലെങ്കിൽ നമ്പേഴ്സിന് ഒരു വാല്യൂ ഇല്ലാത്ത സ്കെയിലിന് നമ്മൾ നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എസ്പെഷ്യലി നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ റോൾ നമ്പർ കൊടുക്കുന്നു. സോ 1 to 20 വരെയുള്ള റോൾ നമ്പേഴ്സ് കൊടുക്കുന്നു. സോ ഇതൊരിക്കലും റാങ്കിങ് ബേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടല്ലോ, മറിച്ച് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള ഒരു സെലക്ഷന്റെ പുറത്തൊക്കെയാണ്. ഇവിടെ നമുക്ക് ഒന്നാമത് നമ്പർ കിട്ടിയ ആൾക്ക് കൂടുതലായിട്ട് എന്തോ കഴിവുണ്ട് അല്ലെങ്കിൽ ഈസ് ദ ടോപ്പ് എന്നുള്ള വാദമൊന്നുമില്ല. ബട്ട് റാൻഡം ആയിട്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നു എന്നുള്ളതാണ് നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ നമുക്ക് അറിയാം. ഓർഡിനൽ സ്കെയിലിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ്, ഓർഡിനൽ സ്കെയിൽ നമ്മൾ ഇറ്റ് ഇസ് എ സ്കെയിൽ ഓൺ വിച്ച് ഡാറ്റ ഇസ് ഷോൺ സിംപ്ലി ഇൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ ഒരു ഓർഡർ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ എസ്പെഷ്യലി നമ്മളൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവരുടെ ഹാപ്പിനെസ് ഏതെല്ലാം രീതിയിലാണ്, അവർ വളരെ ഗുഡ് ആണ്, ഓർ ആവറേജ് ആണ്, അല്ലെങ്കിൽ അവർ വളരെ സോറോ ആണ്, അല്ലെങ്കിൽ അവർ വളരെ അൺഹാപ്പി ആണ് എന്നുള്ള നമ്മൾ 4 സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ഗുഡ് മുതൽ നമുക്ക് അൺഹാപ്പി വരെയുള്ള ഒരു സ്കെയിൽ ഉണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്ക് ഒരു ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഹാപ്പി എന്നുള്ളതിന് 4 എന്ന് നമ്പേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അൺഹാപ്പി എന്നുള്ളതിന് 1 കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുന്നത് മാത്രമല്ല, നമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിന്റെ പുറത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്റർവൽ സ്കെയിൽ നമ്മളൊരു ആർബിറ്ററി സ്കെയിലാണ്. സോ എസ്പെഷ്യലി നമ്മൾ ടെമ്പറേച്ചേഴ്സ് ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് സോ നമുക്ക് അബ്സല്യൂട്ട് സീറോ ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. ബിക്കോസ് ടെമ്പറേച്ചേഴ്സ് മേ ബി സീറോക്ക് താഴേക്കും വരാം, മൈനസിലും നമുക്ക് ടെമ്പറേച്ചേഴ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് അവിടെ ആർബിറ്ററി 0 പോയിന്റ് ഉണ്ടാവുകയുള്ളൂ. ബട്ട് റേഷ്യോ സ്കെയിലിനെ സംബന്ധിച്ച് നമുക്ക് അവിടെ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ട്രൂ 0 പോയിന്റ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് മൈനസ് സാധ്യതകൾ ഇല്ല. സോ അവിടെ നമ്മൾ സീറോയുടെ അബോവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമാണ് എടുക്കുന്നത്. സോ നമ്മൾ അവിടെ അബ്സല്യൂട്ട് സീറോ ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. The reference section of a research article written in APA style arrange the information pertaining to a reference in the correct order. ഇതേ സെയിം മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള പേജ് നമ്പർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നെയിം ഓഫ് ഓതർ, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ. ഇതിൽ നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്യാനാണ് ഉള്ളത്. നമുക്ക് സോ എനിവൺ ക്യാൻ ആൻസർ പേജ് നമ്പർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നെയിം ഓഫ് ഓതർ, ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ. Okay, can anyone answer? Okay, somebody says option C, Suhana C, Shahala C, Aditya says option D. Okay, let's check. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കറിയാം APA സ്റ്റൈലിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നെയിം ഓഫ് ദി ഓതർ ആണ്. ഓതറുടെ നെയിം ആയിരിക്കും നമുക്ക് എപ്പോഴും തന്നെ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗിൽ വരുന്നത്. സോ നെയിം ഓഫ് ദി ഓതർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരാനുള്ളത് സി ആണ്, നമുക്ക് ഫസ്റ്റ് ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് നമുക്ക് വരാറുള്ളത്. സോ ഓൺ സി ബി. ദെൻ നമുക്ക് അടുത്തായിട്ട് വരാനുള്ളത് ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ആയിരിക്കും. അതിനുശേഷം അവസാനമായിട്ട് പേജ് നമ്പർ ഈ ഒരു ഓർഡറിലാണുള്ളത്. അപ്പൊ CPTA എന്നുള്ളതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ദ ഡി. ആരൊക്കെ ആൻസർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സി അല്ല, ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ ഒരിക്കലും തന്നെ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗിൽ ആദ്യം വരില്ല, മറിച്ച് നെയിം ഓഫ് ദി ഓതർ ആയിരിക്കും നമുക്ക് ഒരു APA സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗിൽ ആദ്യമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ റിസർച്ച് പ്രോസസ് ഇൻ കറക്റ്റ് ഓർഡർ. ഇതും വളരെ എളുപ്പത്തിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ജൂൺ സൈക്കിൾ എക്സാമിൽ. നമുക്ക് റിസർച്ച് പ്രോസസ്സിലുള്ള സ്റ്റെപ്സിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. Collecting the data, reviewing the literature, reporting the research outcome, identifying a research problem, analyzing and interpreting the data എന്നുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ can anyone answer? Suhana says option D. Any other answers? Aditya says option D. Any others? Sahila says option B.
ഈ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു റിസർച്ച് പ്രോസസ് തുടങ്ങുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം ആണ് അല്ലെ. റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിസർച്ചറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ അതിൽ നിന്നും കിട്ടി ഓപ്ഷൻ ഡി ആണ് ആദ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ ഡി വരുന്നത് നമുക്ക് രണ്ടെണ്ണമാണുള്ളത്, ബിയും ഓപ്ഷൻ ഡിയും മാത്രമാണ് ഡി കൊണ്ട് തുടങ്ങുന്നത്. സോ നമ്മൾ എയും സിയും നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ ആണ് അല്ലെ. എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ നമുക്ക് റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ റിവ്യൂവിംഗ് ലിറ്ററേച്ചർ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഡിക്ക് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി ആണ്. സോ ഡി ബി ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും, കാരണം ബി എന്നുള്ള ഓപ്ഷനിൽ ഡി കഴിഞ്ഞിട്ട് എ ആണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സീക്വൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ റിസർച്ച് പ്രോബ്ലം, then second one is reviewing the existing literature to find out the research gap, then A, collecting the data, then E, analyzing and interpreting the data, then D, identifying then C, reporting the research outcome. സോ ഈ ഒരു ഓർഡർ ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. സോ എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതിന് ശേഷം മാത്രമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലേക്ക് നമ്മൾ എത്തുക. സോ പലപ്പോഴും നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറല്ലേ ആദ്യം വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ബ്ലണ്ടറിലേക്ക് നമ്മൾ ഒരിക്കലും തന്നെ പോകരുത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദെൻ നമുക്ക് വീണ്ടും വന്നിട്ടുള്ള ഒരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മുമ്പൊക്കെ ND എക്സാമുകളിൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് റീസെന്റ് വന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറവാണ്. മറിച്ച് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്ന് പറയുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ബട്ട് ഇതുപോലെയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് അസേർഷൻ ആയിട്ട് തന്നിട്ടുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ച് അലോസ് യു ടു എലിമിനേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മെനി എക്സ്ട്രോണിയസ് ഫാക്ടേഴ്സ്. ദെൻ അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച് വേരിയബിൾസ് ആർ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റഡ് ആൻഡ് എൻവയോൺമെന്റ് ഈസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടത് എയുടെ കറക്റ്റ് റീസൺ ആണോ ആർ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ എനിവൺ ക്യാൻ ആൻസർ? ഓക്കെ, സഹല സേസ് ഓപ്ഷൻ ബി ആൻഡ് നോ. ആദിത്യ സേസ് ഓപ്ഷൻ എ. ജാസ്മിൻ ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് ഈ ഒരു രണ്ടുപേരും നമുക്കിവിടെ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം എടുത്തു നോക്കാം അല്ലെ. എക്സ്പെരിമെന്റൽ റിസർച്ച് അലോസ് യു ടു എലിമിനേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മെനി എക്സ്ട്രോണിയസ് ഫാക്ടേഴ്സ്. നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, കൺട്രോളിംഗ് എക്സ്ട്രോണിയസ് വേരിയബിൾ ആണ്. എക്സ്ട്രോണിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഫീച്ചർ ആണ്. സോ എന്താണ് നമുക്ക് എക്സ്ട്രോണിയസ് വേരിയബിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു റിസർച്ച് പ്രോസസ്സിൽ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ബട്ട് അതല്ലാതെ നമ്മുടെ റിസൾട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്കമ്മിനെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ടാവും. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടീച്ചിങ് സെന്ററിൽ കുട്ടികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികളുടെ പഠന നിലവാരം അളക്കുന്ന റിസർച്ച് നമ്മൾ നടത്തുകയാണ്. സോ അവർ എക്സ്റ്റേണലി അവർ കോച്ചിങ് എടുക്കുന്ന ആളുകളാണ്. അപ്പൊ കോച്ചിങ് അല്ലെങ്കിൽ ട്യൂഷൻ കുട്ടികളുടെ പഠനത്തിന് നിലവാരത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു പക്ഷെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉയർത്തുന്നില്ല എന്നുള്ള റിസൾട്ട് ആയിരിക്കും. ഇവിടെ നമുക്കുള്ളത് കുട്ടികളുടെ പഠന നിലവാരം കോച്ചിങ് അല്ലെങ്കിൽ ട്യൂഷൻ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ആണ് നമുക്കുള്ളത്, ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്. ഇവിടെ എക്സ്ട്രോണിയസ് വേരിയബിൾ ആയിട്ട് ആ കുട്ടിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ പഠന നിലവാരത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ബട്ട് നമ്മളിവിടെ വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് ട്യൂഷൻ അല്ലെങ്കിൽ കോച്ചിങ് കുട്ടിയുടെ പഠനത്തിന്റെ നിലവാരത്തെ ഉയർത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഒരു പക്ഷേ അങ്ങനെ കുട്ടിയുടെ പഠന നിലവാരത്തെ ഉയർത്തുന്നുണ്ട് ഇല്ല എന്നൊക്കെ ആയിരിക്കും. ബട്ട്
അതേ സമയം തന്നെ കുട്ടിയുടെ പഠന നിലവാരത്തെ സ്വാധീനിക്കുന്ന നമ്മൾ എടുത്ത വേരിയബിൾ അല്ലാത്ത എക്സ്ട്രോണിയസ് ആയി വരുന്ന വേരിയബിൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബേക്കപ്പ്, ഇതുപോലുള്ള പല കാര്യങ്ങളും ആ കുട്ടിയുടെ പഠന നിലവാരത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെയാണ് നമ്മൾ എക്സ്ട്രോണിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എക്സ്ട്രോണിയസ് വേരിയബിൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ എക്സ്പെരിമെന്റൽ റിസർച്ച് അലോസ് യു ടു എലിമിനേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മെനി എക്സ്ട്രോണിയസ് ഫാക്ടേഴ്സ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ദെൻ എക്സ്പെരിമെന്റൽ റിസർച്ച് വേരിയബിൾസ് ആർ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റഡ്. നമുക്കറിയാം എക്സ്പെരിമെന്റൽ റിസർച്ച് സയന്റിഫിക് റിസർച്ചിന്റെ ഒരു പാർട്ടാണ്. സോ നമുക്ക് വേരിയബിൾസിനെ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ ആൻഡ് എൻവറോൺമെന്റ് ഇസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് അത് കൺട്രോൾഡ് ആണ് എന്നുള്ളത്. സോ നമുക്ക് ഈ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്ന് മാത്രമല്ല, എക്സ്പെരിമെന്റൽ റിസർച്ച് നമുക്ക് എക്സ്ട്രോണിയസ് ഫാക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും എന്ന അസർഷന്റെ കറക്റ്റ് റീസൺ ആയിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ പറയാനും പറ്റും. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ആരൊക്കെയോ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the property of data such that research results apply to situations beyond the particular sample of individuals or items observed in a single research setting refers to. നമ്മൾ ഇതിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇന്റേണൽ വാലിഡിറ്റി ആണോ, കൺവേർജന്റ് വാലിഡിറ്റി ആണോ, ഡൈവേർജന്റ് വാലിഡിറ്റി ആണോ, എക്സ്റ്റേണൽ വാലിഡിറ്റി ആണോ എന്നുള്ളതാണ്. സോ ക്യാൻ എനിവൺ ആൻസർ? ഓപ്ഷൻ ഡി ചില ആളുകൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. സഹല സേസ് ഓപ്ഷൻ ഡി, ജാസ്മിൻ ഓപ്ഷൻ ഡി, ആദിത്യ ദാമോദർ ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ വാലിഡിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അതോടൊപ്പം തന്നെ മെൻഷൻ ചെയ്ത വാലിഡിറ്റീസ് ഉണ്ട്, കൺവേർജന്റ് വാലിഡിറ്റി ആൻഡ് ഡൈവേർജന്റ് വാലിഡിറ്റി. അത് എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇന്റേണൽ വാലിഡിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സോ അത് മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് കൺവേർജന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് it refers to how closely a test is related to other test that measures the same construct. ഒരുപോലെയുള്ള അല്ലെങ്കിൽ സെയിം കൺസ്ട്രക്റ്റിനെ മെഷർ ചെയ്യുന്നതിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് മറ്റൊരു ടെസ്റ്റിനോട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ കൺവേർജന്റ് വാലിഡിറ്റി മെഷർ ചെയ്യുന്നത്. Then divergent validity, it helps to establish construct validity by demonstrating that the construct you are interested in is different from other construct that might be present in your study. നമ്മുടെ സ്റ്റഡിയിൽ ഉണ്ടായേക്കാവുന്ന ചില കൺസ്ട്രക്റ്റുകളുമായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഓഫ് ഇൻട്രസ്റ്റിൽ പെട്ട കൺസ്ട്രക്ട് എങ്ങനെയാണ്, ആ കൺസ്ട്രക്റ്റിനെ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നത് കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വാലിഡിറ്റിയാണ് നമ്മൾ ഡൈവേർജന്റ് വാലിഡിറ്റി എന്നത്. ജസ്റ്റ് നമുക്ക് ആ രണ്ട് ടേം അവിടെ ഓപ്ഷനിൽ വന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് എ ബ്ലൈൻഡ് സ്റ്റഡി ഈസ് ടു പ്രിവെന്റ് ദി പാർട്ടിസിപ്പൻസ് ഫ്രം ഫിഗറിംഗ് ഔട്ട് വാട്ട് ദി എക്സ്പെരിമെന്റൽ വാണ്ട്സ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ടു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി എക്സ്പെരിമെന്റർ ആൻഡ് ദി പാർട്ടിസിപ്പൻസ് ഈസ് ഓൾവേസ് ബെനിഫിഷ്യൽ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് എന്നുള്ളതാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഓപ്ഷൻസ് ആണ്. സോ ക്യാൻ എനിവൺ ആൻസർ? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ കഴിയോ? Okay, Suhana says option A. Jasmine also option A. Any other answers? Aditya also says option A. ഓക്കെ, നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ശരിയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഗിവൺ ആയി തന്നിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ട്രൂ ആണെന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് എ ബ്ലൈൻഡ് സ്റ്റഡി ഈസ് ടു പ്രിവെന്റ് ദ പാർട്ടിസിപ്പൻസ് ഫ്രം figuring out what the experimental wants. Then the second one is interaction between the experimenter and the participants is always beneficial in social science research എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഒരു ബ്ലൈൻഡ് സ്റ്റഡിയിൽ എന്താണ് ബ്ലൈൻഡ് സ്റ്റഡിയുടെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെന്റ് ദ പാർട്ടിസിപ്പൻസ് ഫ്രം ഫിഗറിംഗ് ഔട്ട് വാട്ട് ദ എക്സ്പെരിമെന്റ് വാണ്ട്സ്. നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ എന്താണ് എക്സ്പെരിമെന്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യുന്നതിൽ നിന്ന് പാർട്ടിസിപ്പൻസിന് പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പർപ്പസ് തന്നെയാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദ സ്റ്റേറ്റ്മെന്റ്
ടു നമുക്ക് നോക്കാം. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ എക്സ്പെരിമെന്റർ ആൻഡ് ദ പാർട്ടിസിപ്പന്റ് ഈസ് ഓൾവേസ് ഇൻ ബെനിഫിഷ്യൽ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമുക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഈ എക്സ്പെരിമെന്ററും അതുപോലെ തന്നെ പാർട്ടിസിപ്പന്റും തമ്മിലുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് എസ്പെഷ്യലി നമ്മുടെ റിസർച്ചിന് പലപ്പോഴും ഹാംഫുൾ ആയിട്ടൊക്കെ ബാധിക്കാറുണ്ട്. അതിന്റെ എത്തിക്കൽ കൺസേൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ലൈഫ് റിസ്കിങ്ങും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. സോ സോഷ്യൽ സയൻസിൽ ഓൾവേസ് ബെനിഫിഷ്യൽ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കൂടുതൽ സമയത്ത് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി റിസൾട്ടിലും മേ ബി ബെനിഫിഷ്യൽ ആയിരിക്കാം, ബട്ട് ഓൾവേസ് അത് ബെനിഫിഷ്യൽ ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫാൾസ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ദെൻ ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. സോ ഇതാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. So just we are going to take another question. In which of the following sampling methods the sample is also known as an accidental sampling and haphazard sampling? അല്ലെങ്കിൽ ഹാഫസാർഡ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ് എന്നൊക്കെ സിനോണിം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സാമ്പിളിങ്ങിനെയാണ്? പെർപ്പസീവ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്. അങ്ങനെ 4 സാമ്പിളിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ക്യാൻ എനിവൺ ആൻസർ? ആരെങ്കിലും ആൻസർ ചെയ്യാവോ? Okay, someone says Aditya says option D. And any other answers? Okay, നമുക്ക് ആൻസർ പറയാം. ഇവിടെ നമുക്ക് ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ് ഓർ ഹഫസാർഡ് സാമ്പിളിംഗ് എന്നുള്ളത് നമുക്ക് കൺവീനിയൻസ് സാമ്പിളിംഗിന്റെ സിനോണിം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ 4 ടൈപ്സിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള സാമ്പിൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ റിസർച്ച് നടത്തുന്ന നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നതിനാണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റു പേരാണ് ആക്സിഡൻഷ്യൽ സാമ്പിൾ ഓർ ഹഫസാർഡ് സാമ്പിൾ എന്നൊക്കെ പറയുന്നത്. സോ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് pertaining to quantitative research in correct order. Choose the correct answer from the options given below. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ റിസർച്ചിന്റെ സ്റ്റെപ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്യാൻ എനിവൺ ആൻസർ? Okay, Aditya says option D. Any other answers? Okay, Suhana option A. Okay, Sahila option B. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോതിസിസ് ആണ് അല്ലെ. നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പലപ്പോഴും നമ്മൾ സയന്റിഫിക് റിസർച്ചിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ച് നടത്തുന്ന റിസർച്ച് ആണ്. സോ നമുക്ക് ഹൈപ്പോതിസിസ് വെരി ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമുക്കൊരു ഹൈപ്പോതിസിസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബട്ട് ഹൈപ്പോതിസിന് മുമ്പ് നമുക്ക് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് അതിവിടെ മെൻഷൻ ചെയ്യാം, നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോതിസിസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി നമ്മൾ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മുടെ ഹൈപ്പോതിസിസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഹൈപ്പോതിസിസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ നമ്മൾ തയ്യാറാക്കുന്നത്. സോ ഓപ്ഷൻ ബി അഥവാ ഹൈപ്പോതിസിസ് ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള 2 ഓപ്ഷനാണ് നമുക്കുള്ളത്, എ ആൻഡ് ബി. നമ്മൾ 2 നമ്മൾ എടുത്തു. ദെൻ പിന്നെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ, നമ്മുടെ റിസർച്ചിന്റെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ നമ്മുടെ പ്രോസസ് ദി ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യുന്നു. ദെൻ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫൈൻഡിങ്സിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഹൈപ്പോതിസിസ്, റിസർച്ച് ഡിസൈൻ, ദെൻ പ്രോസസ് ദ ഡാറ്റ, ദെൻ അനലൈസ് ദ ഡാറ്റ, ദെൻ ലാസ്റ്റ്ലി ദ ഫൈൻഡിങ്സ്. സോ ഈ ഒരു
ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്നത്. സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, റിപ്പീറ്റേഷൻ അല്ല, ബട്ട് അതർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കഴിഞ്ഞ ജൂൺ സൈക്കിൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, വിച്ച് among the following is not a characteristics of a closed ended questions in survey research? സർവേ റിസർച്ചിൽ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതൊക്കെ നമ്മൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. Then option A, they allow unusual responses that the survey researcher may not have contemplated. They are easily for interviewers and or respondents to complete. They reduce the possibility of variability in the recording of answers. There is loss of spontaneity in response answers. So can anyone answer? Okay, ആദിത്യ, സുഹാന എല്ലാവരും ഓപ്ഷൻ എ ആണ് പറയുന്നത്. Any other answers? ഓക്കെ, നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മൾ പലരും പറയുന്നത്. സോ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ബിക്കോസ് ദേ അലോ അൺയൂഷ്വൽ റെസ്പോൺസ് ദാറ്റ് ദ സർവേ റിസർച്ചർ മേ നോട്ട് ഹാവ് കണ്ടാമിനേറ്റഡ്. അവിടെ നമുക്ക് നമ്മുടെ റിസർച്ചർ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ളതിന് അപ്പുറത്തുള്ള ആൻസർ നമുക്ക് ഒരിക്കലും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ലഭിക്കുകയില്ല, അല്ലെ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഒരു പക്ഷെ നമുക്ക് എലോബറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പക്ഷെ നമ്മുടെ റിസർച്ചറുടെ ഇൻട്രസ്റ്റിന്റെ പുറത്തുള്ള റിസർച്ചർ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ അപ്പുറത്തുള്ള നമുക്ക് കിട്ടും. ബട്ട് നമുക്കറിയാം ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനിൽ റിസർച്ചറുടെ പ്യൂർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അഥവാ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അൺയൂഷ്വൽ റെസ്പോൺസസ് നമുക്ക് ഒരിക്കലും തന്നെ അഥവാ റിസർച്ചറുടെ കണ്ടാമിനേഷൻ അനുസരിച്ച് വരുന്ന അൺയൂഷ്വൽ റെസ്പോൺസ് നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ്. ബിക്കോസ് റിസർച്ചർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷാർപ്പ് ആയിട്ടുള്ള എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് സർവേയിൽ നമുക്ക് ഉണ്ടായിരിക്കാം. സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദെൻ അടുത്തതായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, വിച്ച് among the following would be the ethical issues in a research study that involves participation of human subject? Which among the following would be the ethical issues ആണ്, അല്ലെ? ഒരു റിസർച്ചില് ഹ്യൂമൻ സബ്ജക്റ്റിന്റെ പാർട്ടിസിപ്പേഷനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഐ കാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എത്തിക്കൽ ഇഷ്യൂസ്, നമ്മൾ മനുഷ്യന്മാരെ പങ്കെടുപ്പിക്കുന്ന റിസർച്ച് പ്രോസസ്സിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ലാക്ക് ഓഫ് ഇൻഫോംഡ് കൺസെന്റ്, ദെൻ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാം, എക്സസീവ് ഇൻഡ്യൂസ്മെന്റ്, ഡിബ്രീഫിംഗ്. സോ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് എ ബി സി, ബി സി ഡി, എ സി ഡി, എ ബി സി ഡി. സോ നമുക്ക് ഏതാണ് ആൻസർ? സോ ക്യാൻ എനിവൺ ആൻസർ? Okay, Aditya says option A. Any other answers? Okay, Sahila, Suhana also they also says option A. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഇതിന്റെ നമുക്ക് മൂന്നിന്റെ ഒരു പൊതുവായ സ്വഭാവം നോക്കിയാൽ മതി. ലാക്ക് ഓഫ് ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാം എന്നുള്ളത് നമുക്കൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ദെൻ എക്സസീവ് ഇൻഡ്യൂസ്മെന്റ് എന്നുള്ളത് അതിലെ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച് അതും അവരുടെ ഒരു എത്തിക്കൽ ഇഷ്യൂസ് ആണ്. അതുപോലെ തന്നെ ഡെബ്രീഫിംഗ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റിനെ സംബന്ധിച്ച് നമുക്ക് എത്തിക്കൽ ഇഷ്യൂസ് ആയിട്ട് വരുന്നില്ല. അത് റിസർച്ചറെ സംബന്ധിച്ചും എത്തിക്കൽ ഇഷ്യൂ അല്ല, മറിച്ച് റിസർച്ചർ അദ്ദേഹത്തിന്റെ റിസർച്ച് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പിന്നീട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കിന് ശേഷം അദ്ദേഹം നടത്തുന്ന ബ്രീഫിങ്ങിനാണ് നമ്മൾ ഡിബ്രീഫിംഗ് എന്ന് പറയുന്നത്. സോ അത് എത്തിക്കൽ കൺസേണുമായി റിലേറ്റഡ് ആയിട്ടല്ല. സോ നമുക്ക് എ ബി സി ആണ് വരുന്നത്. സോ അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്കുള്ളത് എ ബി സി, ഓപ്ഷൻ എ ആണ്. സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇൻ എ റേഷ്യോ സ്കെയിൽ 0 point is arbitrary. Then statement 2, the nominal scale allows ordering ranking of data. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എന്താണ് നോമിനൽ സ്കെയിൽ നമ്മൾ പറഞ്ഞു, എന്താണ് റേഷ്യോ സ്കെയില്, ഇന്റർവൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഇതിന്റെ ആൻസർ നമുക്ക് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാല്. ഓക്കെ, സഹല ഓപ്ഷൻ സി, സുഹാന ഓപ്ഷൻ ഡി.
ഓക്കെ, നമുക്കിവിടെ ഇതിന്റെ ഒരു ആൻസർ നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. ഇതിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് നമുക്ക് മനസ്സിലാവും അല്ലെ. റേഷ്യോ സ്കെയിലിൽ 0 ഒരിക്കലും ആർബിട്രറി അല്ല, മറിച്ച് എന്താണ്, മറിച്ച് നമുക്ക് അത് അബ്സല്യൂട്ട് സീറോ ആണ് അല്ലെ. റേഷ്യോ സ്കെയിലിൽ നമ്മൾ ആർബിറ്ററി സീറോ അല്ല, അബ്സല്യൂട്ട് സീറോ ആണ്. ഇന്റർവൽ സ്കെയിലാണ് നമ്മൾ ആർബിറ്ററി സീറോ എന്ന് പറയുന്നത്. ദ നോമിനൽ സ്കെയിൽ അലോസ് ഓർഡറിംഗ് റാങ്കിങ് ഓഫ് ഡാറ്റ എന്നുള്ളത് നോമിനൽ സ്കെയിലല്ല നമ്മളുള്ളത്, ഓർഡിനൽ സ്കെയിലാണ് നമുക്ക് ഓർഡറിംഗ് ഓഫ് ഡാറ്റ എന്നുള്ളത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ വിച്ച് ആസ്പെക്ട് ഓഫ് ദി റിസർച്ച് മേ കോസ് സൈക്കോ സോഷ്യൽ എഫക്ട്സ് ഇൻ ദ പാർട്ടിസിപ്പന്റ് ഓഫ് എ സ്റ്റഡി. ഒരു സ്റ്റഡിയുടെ പാർട്ടിസിപ്പന്റിനെ എഫക്ട് ചെയ്യുന്ന സൈക്കോ സോഷ്യൽ കോസ് ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ്? ഏജ്, റേസ്, സെക്സ്, ആറ്റിറ്റ്യൂഡ്. ഇത് വളരെ സിമ്പിൾ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതാണ്? ഏജ് ആണോ, റേസ് ആണോ, സെക്സ് ആണോ, ആറ്റിറ്റ്യൂഡ് ആണോ എന്നുള്ളത്. സോ ക്യാൻ എനിവൺ ആൻസർ? സുഹാന സേസ് ഓപ്ഷൻ ബി. എനി അതർ ആൻസർ? ഓക്കെ, നമുക്കിതിലെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന്റെ ആ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള ടേം നമ്മൾ നോക്കിയോ, സൈക്കോ സോഷ്യൽ എഫക്ട് ആണ്. സോ സൈക്കോ സോഷ്യൽ എഫക്ട് അഥവാ മാനസിക സൈക്കോ എന്ന് പറഞ്ഞാൽ ആളുടെ മാനസിക നിലയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ആറ്റിറ്റ്യൂഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ആറ്റിറ്റ്യൂഡ് ആണ് സൈക്കോ സോഷ്യൽ എഫക്ട് ആയിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ പാർട്ടിസിപ്പന്റിന് സൈക്കോ സോഷ്യൽ എഫക്ട് ആയിട്ട് അല്ലെങ്കിൽ കോസ് ആയിട്ട് നമുക്ക് റിസർച്ചിനെ സംബന്ധിച്ച് നോക്കാവുന്ന ഒന്നാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏജോ, റേസോ, സെക്സോ എന്നുള്ളത് നമുക്ക് സൈക്കോ സോഷ്യൽ എഫക്ട് ആയിട്ട് നമുക്ക് കാണാവുന്നതല്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, അഥവാ ആറ്റിറ്റ്യൂഡ്. ദെൻ വെൻ സ്റ്റഡീസ് ഓൺ എ ഗിവൺ ടോപ്പിക് ലീഡ് ടു സിമിലർ കൺക്ലൂഷൻസ് ദ മെഷർമെന്റ്സ് ഷോ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ഒന്നും നേരത്തെ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ വെൻ സ്റ്റഡീസ് ഓൺ എ ഗിവൺ ടോപ്പിക് ലീഡ് ടു സിമിലർ കൺക്ലൂഷൻസ്, നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിന്റെ പഠനങ്ങൾ സിമിലർ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് ആ മെഷർമെന്റ് ഏത് തരത്തിലുള്ള വാലിഡിറ്റി ആണ് കാണിക്കുന്നത്? കൺവേർജൻ വാലിഡിറ്റി ആണോ, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണോ, ഡൈവേർജൻ വാലിഡിറ്റി ആണോ, കൺസ്ട്രക്ട് വാലിഡിറ്റി ആണോ എന്നുള്ളതാണ്. സോ നമ്മൾ കഴിഞ്ഞ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. സോ ക്യാൻ എനിവൺ ആൻസർ? ഓക്കെ, ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. കൂടുതലായിട്ട് നമ്മൾ സമയം ഉപയോഗപ്പെടുത്തില്ല. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കൺവേർജൻ വാലിഡിറ്റി ആണ്. കൺവേർജൻ വാലിഡിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് കൺസ്ട്രക്ട് വാലിഡിറ്റി ആൻഡ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ്. അതിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ കൺവേർജൻ വാലിഡിറ്റി നമ്മൾ പറഞ്ഞു, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൺവേർജൻ വാലിഡിറ്റി ആണ്. ഈ കൺവേർജൻ വാലിഡിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നിലധികം പഠനങ്ങൾ എന്താണ് ഒരൊറ്റ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് തന്നിട്ടുള്ള ഒന്നിലധികം പഠനങ്ങൾ സിമിലർ കൺക്ലൂഷൻ നൽകുന്നുണ്ടെങ്കിൽ ദാറ്റ് മെഷർമെന്റ് ഇസ് കോൾഡ് ആസ്, അല്ലെങ്കിൽ ആ മെഷർമെന്റ് നമുക്ക് കൺവേർജൻ വാലിഡിറ്റി ഷോ ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ദെൻ അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള അറേഞ്ച് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഫ്രം ദ സിംപ്ലസ്റ്റ് ടു ദ മോസ്റ്റ് ഇവോൾവ്ഡ്. സിംപ്ലസ്റ്റ് ടു മോസ്റ്റ് ഇവോൾവ്ഡ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് തന്നിട്ടുള്ള ഓർഡിനൽ, നോമിനൽ, റേഷ്യോ, ഇന്റർവെൽ. സോ ക്യാൻ എനിവൺ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ആ ക്വസ്റ്റ്യൻ തന്നെ. ഈ സ്കെയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നമ്മൾ 4 ക്വസ്റ്റ്യൻസോളം ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കഴിഞ്ഞ ജൂൺ എക്സാമിൽ 4 ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമ്മൾ എന്തായാലും പഠിക്കേണ്ടതാണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോമിനൽ ആണ്, ദെൻ എ ഓർഡിനൽ, ദെൻ ഡി ഇന്റർവൽ സ്കെയിൽ, ലാസ്റ്റ് റേഷ്യോ സ്കെയിൽ. ഇങ്ങനെയാണ് നമുക്ക് ഓർഡർ ആയിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇൻ ഒബ്സർവേഷണൽ റിസർച്ച് ദി വേരിയബിൾസ് ആർ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റഡ് ആൻഡ് ദ എൻവയോൺമെന്റ് ഈസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ. And the statement 2, observational research allows you to eliminate the influence of many extraneous factors. In the light of the above statement, choose the correct answer from the options given below. നമുക്ക് ഏതാണ് എന്നുള്ളതാണ്. സോ ഒബ്സർവേഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്.
Variables are actively manipulated and the environment is as controlled as possible. Then observational research allows you to eliminate the influence of many extraneous factors. Can anyone answer? Okay, ആരെങ്കിലും ആൻസർ പറയാമോ? Someone says option A. Okay. ഇത് നേരത്തെ നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് ഇതില് റിസർച്ചിന്റെ പേര് മാത്രം മാറ്റി എന്നുള്ളത്. നേരത്തെ നമ്മൾ എക്സ്പീരിയൻസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊടുത്തുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇതിൽ കൊടുത്തുള്ളത്. സോ ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇത് ഒബ്സർവേഷൻ റിസർച്ച് ഉള്ളത് എക്സ്പെരിമെന്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എക്സ്പെരിമെന്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട്. സോ ഇവിടെ ഒബ്സർവേഷൻ റിസർച്ച് എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. സോ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. വേരിയബിൾസ് ആർ ആക്റ്റീവ്ലി മാനിപ്പുലേറ്റഡ് ആൻഡ് ദ എൻവയോൺമെന്റ് ഇസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ എന്ന എക്സ്പെരിമെന്റ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ റിസർച്ച് അലോസ് യു ടു എലിമിനേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മെനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളതും എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഇത് രണ്ടും ഒബ്സർവേഷൻ റിസർച്ചിന്റെ അല്ല. സോ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Then next question is, when the researchers sex affect the behavior of a participant in a study, it refers to. ഒരു റിസർച്ചറുടെ സെക്സ് അവരുടെ ബിഹേവിയർ, പാർട്ടിസിപ്പന്റ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ എഫക്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സൈക്കോ സോഷ്യൽ എഫക്ട്, സൈക്കോളജിക്കൽ എഫക്ട്, ബയോസോഷ്യൽ എഫക്ട്, എൻവിറോൺമെന്റൽ എഫക്ട്. നമ്മൾ നേരത്തെ ഒരു എഫക്ട് ഡിസ്കസ് ചെയ്തല്ലേ, സൈക്കോ സോഷ്യൽ എഫക്ട് ആയിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു അല്ലെ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ എഫക്ട് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സെക്സ് ആണ്. അവിടെ നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ സെക്സ് എന്ന് പറയുന്നത് ഏത് എഫക്ട് ആയിട്ടാണ് നമ്മൾ കാണുന്നത്? Can anyone answer? Okay, someone says Suhana option C പറയുന്നുണ്ട്. Option C is the right answer because സെക്സ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബയോളജിക്കലി ആണല്ലേ. സോ അത് ബയോസോഷ്യൽ എഫക്ട് ആണ്. സോ as Suhana said, the answer is biosocial effect is the right answer. Then അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ലിബറലി യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് നരേറ്റീവ്, ഇറ്റ് ഈസ് ലബോറട്ടറി ഓറിയന്റഡ്, ഇറ്റ് ഈസ് ഇന്റർപ്രേറ്റീവ്, ഇറ്റ് ഫോക്കസസ് ഓൺ ദി കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ്. നമുക്ക് എലിമിനേഷൻ കപ്പാസിറ്റി ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ആൻസറും കൂടിയാണ് അല്ലെ. ഓക്കെ, നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ലിബറലി യൂസസ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ ടെസ്റ്റ്. നമുക്കറിയാം ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകതയല്ല, ബട്ട് ഇത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകത എ എന്നുള്ളത്. സോ നമുക്ക് എ എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. എ പോയി കഴിഞ്ഞാൽ പിന്നെ എ എന്നുള്ള ഓപ്ഷൻ വരുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ എ എന്നുള്ള ഓപ്ഷൻ വരുന്ന നമുക്ക് എ എന്നുള്ള ഓപ്ഷൻ മാത്രം, അത് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളത് 3 ഓപ്ഷൻസ് ആണ്, ബി, സി, ഡി. സോ ഇറ്റ് ഈസ് നരേറ്റീവ്, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകതയാണ്. സോ ബിസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ബി വരുന്നത് നമുക്ക് 2 ഓപ്ഷൻ മാത്രമാണുള്ളത്. സോ നമുക്ക് സിയും എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലബോറട്ടറി ഓറിയന്റഡ്. ലബോറട്ടറി ഓറിയന്റഡ് എന്നുള്ളത് സയന്റിഫിക് റിസർച്ച് ഓർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. സോ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ലബോറട്ടറി ഓറിയന്റഡ് വരികയില്ല. സോ നമുക്ക് സി എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ നമുക്ക് ബാക്കിയുള്ളത് ബി, ഡി, ഇ എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് മാത്രമാണ്. ഇറ്റ് ഈസ് നരേറ്റീവ്, ഇറ്റ് ഈസ് ഇന്റർപ്രിറ്റേറ്റീവ്, then it focuses on the cultural construction of meaning. So option D is the right answer. So option D is the right answer. Then the concept which evaluates the larger context in which people and knowledge function is identified as. ഈ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അഥവാ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നാണോ, ഫങ്ഷണൽ കളക്ഷൻ ഓഫ് റിയാലിറ്റി ആണോ, കമ്പാരിസൺ ഓഫ് കോൺസെപ്റ്റ് ഓഫ് റിയാലിറ്റി ആണോ, ക്വാളിറ്റേറ്റീവ് പ്രസന്റേഷൻ ഓഫ് റിയാലിറ്റി ആണോ എന്നുള്ളതാണ്. The concept which evaluates the larger context in which people and knowledge function. അവിടെ ആ റിലേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. പീപ്പിൾ ആൻഡ് നോളജ് ഫംഗ്ഷൻ നമുക്കിത് പഠിക്കാനുള്ളതാണ്, നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. സോ ആൻസർ ഇസ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ആണ്. സോഷ്യൽ കൺസ്ട്രക്ഷൻ തിയറി ആണ് റിയാലിറ്റിയുടെ സോഷ്യൽ കൺസ്ട്രക്ഷനിസവുമായി നമ്മുടെ പഠിക്കാനുള്ള സോഷ്യൽ കൺസ്ട്രക്ഷൻ തിയറി ആണ്. സോ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ആണ് ഇസ് ദ റൈറ്റ് ആൻസർ.
സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മുടെ ടൈം ഇന്നത്തെ നമ്മുടെ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയതെങ്കിൽ കൂടി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി സ്കെയിലുമായി ബന്ധപ്പെട്ട്, ഓർഡിനൽ നോമിനൽ സ്കെയിലുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. സംതിങ് അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഒരൊറ്റ സൈക്കിളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അത് മേ ബി പിന്നെയും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സോ താങ്ക് യു ഓൾ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന്. മോറോവർ നമ്മൾ ഇതിന് പുറമെ ഒരു കാര്യം ഉണർത്താനുള്ളത്, സോ നമ്മുടെ ഈ ഒരു ഫ്രീ PYQ സെഷൻസ് നമ്മൾ ഡെയിലി നടത്തുന്നുണ്ട്. എജുവൈസ് അക്കാഡമിക് ഇനിഷ്യേറ്റീവ് ആണ് ഇത് നടത്തുന്നത്. സോ നിങ്ങൾക്ക് UGC നെറ്റ് JRF എക്സാമിനേഷൻ എഴുതുന്ന നെറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ചിങ് അക്കാദമിയാണ് എജുവൈസ് അക്കാഡമിക് ഇനിഷ്യേറ്റീവ് എന്നുള്ളത്. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന് കീഴിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻസ്, PYQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു സൈക്കിളിലോ ഇനി വരുന്ന ഈ ഒരു സൈക്കിളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 13-day ക്രാഷ് കോഴ്സ് ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓർ എജുവൈസിന്റെ തന്നെ അടുത്ത ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ എജുവൈസ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു ഓൾ. താങ്ക് യു.